ഇവിടെ നമുക്ക് രാജു ബ്രദർ നിന്നുകൊണ്ട് എന്തുവാ ചെയ്ത്? സഭയെ ഇടിച്ചതാക്കുകയാണോ ഉയർത്തിയാണോ ചെയ്തത്? പറഞ്ഞേ, നമ്മളെ ഉയർത്തി. ഇതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു അത് തന്നെയാണ്. ദ ഫെയ്ത്ത് ബിൽഡേഴ്സ് ഇൻ ക്രൈസ്റ്റ്. വിശ്വാസത്തെ ബിൽഡ് ചെയ്യുന്നവരായിരിക്കണം നമ്മൾ. വിശ്വാസത്തെ തളർത്തി കളഞ്ഞാൽ ഒന്നുകൂടെ നമ്മൾ തളർന്നു പോകും, ഒന്നുകൂടെ നമ്മൾ പരാജയപ്പെട്ടു പോകും. വിശ്വാസത്തെ ഉയർത്തിയ ഒരു വ്യക്തിയാണ് നമ്മൾ ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന യോശുവ. യോശുവയുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം വാക്യം. യോശുവയുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം. യോശുവ യോസേഫിന്റെ കുലമായ എഫ്രൈമിനോടും മനശ്ശെയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, നിങ്ങൾ വലിയൊരു ജനം തന്നെ. യോശുവ പറയുക, യോസേഫിന്റെ കുലങ്ങളോട് പറയുക, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്കൊരു ഓഹരി മാത്രമല്ല വരേണ്ടത്, നിങ്ങൾക്ക് ഓരോ ഓഹരി മാത്രം പോരാ തരേണ്ടത്. മലനാട് നിങ്ങൾക്കുള്ളതായിരിക്കണം. അത് കാടാകുന്നുവെങ്കിലും അത് എങ്ങനെയുള്ളതാ? പ്രയാസമുള്ളതാണെങ്കിലും നിങ്ങൾ അത് വെട്ടിത്തെളിച്ചേക്കണം. അതിന്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പ് രഥങ്ങളുള്ളവരും ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അതെങ്ങനെയുള്ളവരാ? കനാന്യരാണ്, ഇരുമ്പ് രഥമുള്ളവരാ. കൂടെ പേടിച്ചിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരാ. അപ്പോൾ യോസേഫിന്റെ മക്കൾ എഫ്രൈമും മനശ്ശെയും അവരുടെ തലമുറയും അല്പമായും അവരാണ് ഏറ്റവും കൂടുതൽ ജനമുള്ളത്. പക്ഷെ അവർക്ക് ഭയങ്കര ഭയമാണ്. എങ്ങനെ ഞങ്ങൾ കയറി കനാൻ ദേശം വെട്ടിപ്പിടിക്കും? കനാന്യ മല്ലന്മാരവിടെ ഉണ്ട്, ഇരുമ്പ് രഥമുണ്ട്. പക്ഷെങ്കിൽ യോശുവ ധൈര്യശാലിയായ യോശുവ ജനത്തിന് ധൈര്യം കൊടുക്കുക. എന്താ പറയുന്നത്? എങ്കിലും, അടുത്ത വാക്യം, ബലവാന്മാരാകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. എല്ലാരും പറഞ്ഞ എങ്കിലും. കണ്ടോ, അവർ ബലവാന്മാരാണെങ്കിലും ചങ്ങനാശ്ശേരി പട്ടണം ഹിന്ദുക്കളുണ്ട്, മുസ്ലിമുകളുണ്ട്, SNDP ഉണ്ട്, നായന്മാരുണ്ട്, അതുപോലെ തന്നെ കത്തോലിക്കനുണ്ട്. എല്ലാവരുടെ മുസ്ലിമുകൾ എല്ലാം തിങ്ങിപ്പാർക്കുന്ന മധ്യ തിരുവിതാംകൂറില് ശക്തമായ ഒരു പട്ടണമാണ് നമ്മുടെ ചങ്ങനാശ്ശേരി. പക്ഷേ എങ്കിലും അതായി പറയുന്നത്, അവർക്ക് ഇരുമ്പ് രഥമുണ്ട്, അവർക്ക് പിന്നെന്തുണ്ട്? അവരുടെ കനാട്യ മല്ലന്മാരുണ്ട്. എങ്കിലും ഈ പറഞ്ഞതെല്ലാം ഈ പട്ടണത്തിലുണ്ട്. എല്ലാരും പറഞ്ഞേ എങ്കിലും. അടുത്ത വാക്യം എന്താ? നിങ്ങൾ അവരെ നീക്കിക്കളയും. നിങ്ങൾ ഈ പട്ടണത്തിലെ സകലത്തെയും നീക്കിക്കളയും, എന്നിട്ട് ഇത് അവകാശമാക്കും. അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും അത് സംഭവിക്കുമെന്നാണ് രാജുപാസ്റ്റർ ഇവിടെ നിന്ന് പറഞ്ഞത്. അത് ഏറ്റെടുത്തവർക്കാ കിട്ടുന്നത്. അത് ഏറ്റെടുത്തവരാണെങ്കിൽ നിങ്ങളുടെ സഭ വളരും, നിങ്ങളുടെ കുടുംബം വളരും, നിങ്ങൾ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞു ഇല്ലേ? അത് പറഞ്ഞ് നമ്മളെ ഉറപ്പിക്കുക. ഇന്ന് നമ്മളോട് അതിനോട് കണക്ട് ചെയ്ത് പറയുക, അയ്യോ നിങ്ങൾ പേടിക്കരുത്. യോശുവ നമുക്കറിയാം ധൈര്യമുള്ള മനുഷ്യനാ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യനാ. അതാ ഇന്ന് പറയുന്നത് ഫെയ്ത്ത് ബിൽഡർ. ഫെയ്ത്ത് ബിൽഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മൾ എന്താണ്? വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം, പുറകോട്ട് പോവുകയല്ല. ക്രിസ്തുവിൽ വിശ്വാസം ഓരോ ദിവസവും വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, അതുപോലെ തന്നെ തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് വളരുവാൻ നമുക്കിടയായി തീരണം. ആമേൻ. ഇവിടെ പറയണമെങ്കിലും നിങ്ങളത് അവകാശമാക്കും. ചങ്ങനാശ്ശേരി പട്ടണം, കോട്ടയം ഡിസ്ട്രിക്റ്റ്, കേരളം, ഇന്ത്യ, ലോകം ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെടും. അത് ഏറ്റെടുത്തവരത് ചെയ്യും. അത് ഇവിടെ കേട്ടതുപോലെ അത് പ്രവർത്തിക്കും. അങ്ങനെയുള്ള 10 രാജകുമാരി സഭയ്ക്കകത്തുണ്ട്. ഇതെന്നായിരിക്കും ഇവിടെ വന്ന രാജുവിനെ പോലെ ഒരു 10 രാജകുമാരുണ്ടെങ്കിലും എന്തായിരിക്കും ജോജി? അതോ ഇങ്ങനെ തന്നെ ഇരുന്ന് അങ്ങ് മരിച്ചു പോകാനാണോ? അല്ല, നമ്മളിങ്ങനെ മരിച്ചു പോകേണ്ടതില്ല. ഇതുപോലെ വേണം മരിക്കാൻ. വീറോടെ നിന്ന് കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്ത് അത് ശക്തമായിട്ട് നമ്മളെങ്ങനെയില്ല. എനിക്ക് 2 പിള്ളേരായി, ഒരു ചെറിയ വീടും കൂടാരം ഒക്കെ ഉണ്ടാക്കി ഇനി ഇവിടെ കിടന്ന് അങ്ങനല്ല. അതൊരു വശത്തൂടെ നടക്കട്ടെ, ധനം എന്തും മാത്രം വരട്ടെ. പക്ഷേ കർത്താവിൻ്റെ സാക്ഷികളായിരിക്കണം, യേശുവിനെ ഉയർത്തുന്നവരായിരിക്കണം. അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കി തീർക്കണം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇതേക്കുറിച്ച് നമുക്ക് ഒരു പുതിയ നിയമത്തിലൊരു വാക്യം നമ്മളെ പഠിപ്പിക്കുക. എബ്രായ ലേഖനം 6:11. എബ്രായ ലേഖനം അല്ലല്ലോ,
മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-19. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു അടുത്ത് എന്ന് പറയുക, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, ആകയാൽ പുതിയ നിയമ വിശ്വാസിയോട് പറയുക, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പുറപ്പെടണം. എല്ലാവരും പറഞ്ഞേ, പുറപ്പെടണം. വീടിനകത്ത് കുത്തിയിരിക്കരുത്. എനിക്ക് പണിയൊന്നുമില്ല, പുറപ്പെടണം. രാജുബ്രദർ പുറപ്പെട്ടതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? പുറപ്പെട്ട് സഭയ്ക്കകത്ത് മാടപ്പള്ളിയിൽ കർത്താവിന്റെ വേല എവിടെയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്? എവിടെയാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്? ആക്കിയ സ്ഥാനത്ത് ഒരാളെയും കൂടെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അതോ ഞാനും എൻ്റെ കുടുംബമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ? പ്രിയ ദൈവജനമേ, അധികം ജനത്തിനടുത്ത് പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ അയൽവക്കക്കാരോട് പറയാമല്ലോ. അയൽവക്കത്തെ ജനങ്ങളോട് യേശുവിനെ പറ്റി പറയില്ലേ? ഇവിടെ പറയാകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഞാൻ നിന്റെ കൂടെ കാണും. ഇവിടെ പറഞ്ഞല്ലോ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നതല്ലേ കേട്ടത്? ആ കർത്താവ് നമ്മുടെ കൂടെ കാണും. ഇത് പഴയ നിയമ വിശ്വാസികൾക്ക് ഇല്ലാഞ്ഞതാ. പഴയ നിയമ വിശ്വാസികൾക്ക് അതെ, അവരിൽ ക്രിസ്തുവിൽ അവരില്ലായിരുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ചോളം ക്രിസ്തു നമ്മിൽ വസിക്കുക, അതാണ് നമ്മൾ പഠിക്കുന്നത്. ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഏറ്റെടുത്ത് ധൈര്യശാലികളായി ദൈവത്തിന്റെ വേല നമ്മൾ ചെയ്താൽ ദൈവം നമ്മുടെ വേല ചെയ്തോളും. നമ്മൾ ദൈവത്തിന്റെ പണികൾ ചെയ്താൽ ദൈവം നമ്മുടെ പണികൾ ചെയ്യും. ഹല്ലേലൂയ! കർത്താവിന്റെ വേല ചെയ്യാനാ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടണം, വെട്ടിപ്പിടിക്കണമെന്ന് യോശുവ അവരോട് പറയുക. ദൈവം നിങ്ങളോട് കൂടെ കാണും. ഡോണ്ട് ബി മൂവ്ഡ്. നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ ഒരിക്കലും വിഷയങ്ങൾ കണ്ട് പതറരുത്. അവിടെയാ ഇവർ പറയുക, അത് കനാക്യർ എങ്ങനെയുള്ളവരാ? മല്ലന്മാരാണ്, ഇരുമ്പ് രഥമുണ്ട്, ഞങ്ങൾക്ക് അവിടെ കിടക്കാൻ പറ്റുമോ? അവർക്കൊരു പേടിയാ. യോസഫിന്റെ മക്കൾക്ക് തലമുറയ്ക്ക് ഒത്തിരി ജനമുണ്ട്, പക്ഷെ അവർക്കൊരു ഭയമാണ്. പക്ഷെ പറയുക, ഇല്ല, ഇതൊക്കെ അവിടെ ഉണ്ടെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളത് പിടിച്ചെടുക്കുമെന്ന് പറയുക. കർത്താവിന് നമ്മളോട് പറയുക, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ കാണും. അങ്ങനെയാണെങ്കിൽ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യം ചെയ്യേണ്ടത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധം വേണം. ഇവിടെ പറയുകയാണ്, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇളകിപ്പോകരുത്. നമ്മൾ നോക്കിയേ, നെഹമ്യാവിന്റെ പുസ്തകം 4:11 മുതൽ 15 വരെ. നെഹമ്യാവ് എന്ന് പറയുന്ന പഴയ നിയമത്തില് മതിൽ പണിത ആളാ, ദേവാലയത്തിന് മതിൽ പണിത ആളാ. ആര്? നെഹമ്യാവ്. വായിച്ചേ, നെഹമ്യാവിന്റെ പുസ്തകം. യിരെമ്യാവല്ല, നെഹമ്യാവ്. 4:11 മുതൽ 15 വരെ. ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണിമുടക്കുന്നവരെ അവർ ഒന്നും അറിയുകയും കാണുകയും അരുത് എന്ന് പറഞ്ഞു. അവരുടെ സമീപം പാർത്ത യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്നു. നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവിൻ എന്ന് 10 പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ മതിലിൻ്റെ പിൻപുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി ജനത്തെ കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും വില്ലുകളോടും കൂടെ നിർത്തി. ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്ന് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവിൻ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അറിവ് കിട്ടിപ്പോയെന്നും ദൈവം അവരുടെ ആലോചനയെ നിഷ്ഫലമാക്കിയെന്നും ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം ഞങ്ങളെല്ലാവരും മതിലിങ്കൽ താന്താൻ്റെ വേലയ്ക്ക് മടങ്ങി ചെല്ലുവാനിടയായി. 15 വരെ. അതിൻ്റെ 6:15, 16 കൂടെ വായിച്ചു. 6:15, 16. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് എലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. നെഹമ്യാവ് മതിൽ പണി തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറെ യഹൂദന്മാര്, മടിയന്മാര്, ഞങ്ങളോട് നിങ്ങളുടെ കൂടെ പല കാര്യങ്ങളും പറഞ്ഞ് വരാൻ തുടങ്ങി.
നമ്മൾ ദൈവിക പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിരുത്സാഹപ്പെടുത്തുവാൻ, പുറകോട്ട് വലിക്കുവാൻ പല പല ശക്തികളും വരും. ഇളകരുത്. നെഹമ്യാവ് ഇളകിയില്ല. നെഹമ്യാവ് ശക്തമായിട്ട് തന്നെ നിന്നു. അങ്ങനെ ശക്തമായിട്ട് നിന്നതുകൊണ്ട് 52 ദിവസം കൊണ്ട് നെഹമ്യാവ് മറ്റുള്ളവന്റെ വാക്കൊന്നും കേൾക്കാതെ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം ബലത്തോടെ നിന്ന് ആ മതിലിന്റെ പണി മുഴുവനും 52 ദിവസം കൊണ്ട് തീർത്തു. തുടങ്ങിയ പരിപാടി തീർത്തു. ചിലതുകൊണ്ട് തുടങ്ങിയാൽ തീർക്കത്തില്ല, പകുതിക്കലിട്ടു പോകും. തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? തുടങ്ങിയാൽ പൂർത്തീകരിക്കണം. അതായിരിക്കണം. അല്ലേ തുടങ്ങാൻ പോകരുത്. ചെയ്തില്ലെന്നുള്ളതേ ഉള്ളൂ. നമ്മളൊരു കാര്യത്തിന് കൈവച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ദൈവമാണ് അത് പൂർത്തീകരിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രോഗ്രാമെല്ലാം തയ്യാറാക്കി കൃത്യമായിട്ട് നമ്മളത്, ഈ നെഹമ്യാവ് അത് ചെയ്തു. ദൈവം അതിനുള്ള ധനം കൊടുത്തു. രാജാക്കന്മാരുടെ ഹൃദയം തുറന്നു. നമ്മൾ ചെയ്യാനായിട്ട് ആ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് രാജാക്കന്മാര് ഭണ്ഡാരം തുറന്ന് നെഹമ്യാവിന് മതിൽ പണിയുടെ പണി കൊടുത്തു, പണം കൊടുത്തു, പട്ടാളക്കാരെ കൊടുത്തു. ഒരുത്തൻ തൊട്ടുപോരെന്ന് പറഞ്ഞു. ദൈവം അനുകൂലം. അങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തോന്നിപ്പിച്ച് നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പം ദൈവമാണ് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നാം പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങുമ്പോൾ അവൻ്റെ കൂടെ ആരുണ്ടായിരുന്നറിയാവും? രാജാക്കന്മാരുണ്ട്. രാജഭണ്ഡാരത്തിലെ ധനം മുഴുവനും കൊണ്ടു കൊടുത്തു. പട്ടാളക്കാരെ കൊടുത്തു. ആരെങ്കിലും അനങ്ങും? ചക്രവർത്തിയുടെ സപ്പോർട്ട് ആർക്കുണ്ട്? നെഹമ്യാവിനുണ്ട്. അവിടെ കിടന്നുകൊണ്ട് കിലുബില എന്ന് പറഞ്ഞ വല്ലതും നടക്കൂ? ദൈവം കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ മതിൽ പണി 52 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചെന്ന് പറയാം. ഹല്ലേലൂയ. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കാൻ മതിയായവനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറയും. ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ അവൻ ഉറച്ച ദൈവമാണ്. അതിലായിരിക്കണം. ഇളകരുതെന്ന് പറയാം. ഇവൻ ഇളകിയില്ല. നെഹമ്യാവ് ഇളകുന്നവനല്ല, അവൻ ഉറച്ചു തന്നെ നിന്നു. അതുപോലെ തന്നെ ആലയത്തിന്റെ പണി വന്നപ്പോൾ 2 പ്രവാചകന്മാർ ശക്തിപ്പെടുത്തി. ആരെയാ ശക്തിപ്പെടുത്തിയത്? സെരുബ്ബാബേലിനെ. അവരെ ശക്തിപ്പെടുത്തി അറിയാവോ? ഈ ആലയം പണിക്ക് യെരൂശലേം എല്ലാം തകർത്ത് നെബൂഖദ്നേസർ കത്തിച്ചു കളഞ്ഞ ആലയം പണിയാനായിട്ട് അഹശ്വേരോശ് രാജാവിന്റെ കാലത്ത് താൻ അയച്ച ആൾക്കാർ എസ്രാ പുരോഹിതനും എല്ലാം അവിടെ കടന്നു ചെന്നു. ആലയം പണി പൂർത്തീകരിക്കാൻ 2 പ്രവാചകന്മാർ എഴുന്നേറ്റ് വന്നു. ഒന്ന് അഗായി പ്രവാചകനും ഒന്ന് സെക്കറിയ പ്രവാചകനും എഴുന്നേറ്റ് എസ്രായേൽ സെരുബ്ബാബേലിനെ ധൈര്യപ്പെടുത്തി പറഞ്ഞു, ഈ ആലയത്തിന്റെ പണി ദൈവം അവരുടെ കൂടെ നിന്ന് പൂർത്തീകരിച്ചു. ആലയത്തിന്റെ പണി അവരെ കൊണ്ട് ദൈവം സെരുബ്ബാബേലിനെ കൊണ്ട് പൂർത്തീകരിച്ചു. അപ്പൊ അവരെ ഇളകിൽ ഒത്തിരി പ്രതികൂലം ഉണ്ടായിരുന്നു. ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ഇന്നുണ്ടായിരിക്കണം. റോമാലേഖനം 8:37 നിങ്ങൾ അത് വായിച്ചു. റോമർ 8:37 വായിച്ചു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. കേട്ടോ? എല്ലാ കാര്യത്തിലും ഇവയൊക്കെ എല്ലാറ്റിലും നമുക്ക് എന്ത് കിട്ടുന്നു? പൂർണ്ണ ജയം. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മുടെ കാര്യങ്ങൾക്ക് പകുതി ജയമല്ല. ഇവിടെ പറഞ്ഞില്ലേ, പകുതി ജയമല്ല, പൂർണ്ണ ജയം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ഇവ എല്ലാറ്റിലും എഴുതിയല്ലോ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പകുതി ജയമല്ല, പിന്നെ എങ്ങനെയാ? പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. നല്ല വാക്യമല്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുക, ഒരു വചനമായത് യെശയ്യാവ് 54:2-3. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
54:2-3. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. കേട്ടോ, എല്ലാവരും ആ വാക്യം ഒരുമിച്ച് പറഞ്ഞ്. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിങ്ങളുടെ കൂടാരം, നിങ്ങൾ പണിയെടുക്കുന്നത്, നിങ്ങളുടെ സഭ, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഇതിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? വിസ്താരമാക്കുക, ഇടുക്കി വെക്കാതെ. നിന്റെ നിവാസങ്ങളുടെ തിരച്ചിലുകളെ അവർ നിവർക്കട്ടെ. തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പുറകോട്ടും എല്ലാം നിങ്ങൾ പടരുമെന്നാണ് പറയുന്നത്. അവിടെ നിവാസികളെ പാർപ്പിക്കാൻ തക്കവണ്ണം അവർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം ദൈവം ഇവിടെ എബ്രാഹത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. എബ്രാഹത്തിന് ദൈവം കൊടുത്തൊരു വാഗ്ദത്തമാണ്. 13 ഉൽപ്പത്തി പുസ്തകം 13:4 മുതൽ 17 വരെ. അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. എബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളുടെ കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. സഹോദരപുത്രൻ കൂടെ താമസിക്കുക, ധനം വർദ്ധിച്ചു. എബ്രാഹത്തിന് അത് ഇനിയിപ്പം അത് ഒരുമിച്ച് താമസിക്കാൻ വിഷമമായി. അവരൊരു സ്ഥലം കണ്ടുപിടിക്കുക. നീരോട്ടമുള്ള സ്ഥലമല്ല ആര് കണ്ടെടുത്തു? ലോത്ത് തപ്പിയെടുത്തു, അല്ലേ? നല്ല യോർദാൻ നദീതീരവും നീരോട്ടമുള്ളതെല്ലാം അത് ലോത്തും ലോത്തിന്റെ മക്കളുടെ അങ്ങോട്ടങ്ങ് പാർത്തു. അവിടെ ആടുകളെയൊക്കെ മേയ്ക്കാമല്ലോ. ഈ പറഞ്ഞ പാവം എബ്രാഹിം നിന്ന് നോക്കുക, എന്തോ മരുഭൂമിയാണ്. അപ്പോഴത്തേക്ക് ആരിറങ്ങി വന്നു? യഹോവ ഇറങ്ങി വന്നു. പറയുക, വീതം വെച്ചപ്പോഴത്തേക്ക് നല്ല സ്ഥലമൊക്കെ സഹോദരങ്ങൾ കൊണ്ടുപോയി, ഇല്ലയോ? ബാക്കി നമുക്ക് എന്നാ കിട്ടി? നമുക്കൊന്നും കിട്ടിയില്ല. ചിലർ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ കാണും, അയ്യോ വീതം വീട്ടിൽ അപ്പച്ചൻ വെച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒന്ന് നല്ല സ്ഥലമൊന്നും കിട്ടി, അങ്ങനെയൊക്കെ പറയുന്നവരില്ലേ? ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു. കുഞ്ഞേ, ദൈവം എബ്രാഹത്തിന്റെ കൂടെയുണ്ട് കേട്ടോ. എബ്രാഹത്തിന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ അവൻ അതിൽ ഉറച്ചു നിന്നു. ദൈവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവ് വന്നിട്ട് എന്നാ പറഞ്ഞറിയാം? എബ്രാഹമേ, തല പൊക്കി നോക്ക്. വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നീ കാലി ചവിട്ടുന്ന ദേശമൊക്കെയും നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായിരിക്കും. കൊടുത്തില്ലേ? ഞങ്ങളുടെ പോത്തോട്ടിലും വന്നല്ലേ എബ്രാഹത്തിന്റെ വിശ്വാസം. ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ നമ്മളും പ്രാപിച്ചു. ഇന്ന് നമുക്ക് ഈ ലോകം മുഴുവനും ലോത്തിനെ പറ്റി വല്ലതും കേട്ടിട്ടുണ്ടോ? ലോത്തിന്റെ മക്കളെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോത്തിന്റെ മക്കളെ അറിയാമല്ലോ. 2 വളരാത്ത 2 മക്കള്, അപ്പന്റെ കൂടെ ശയിച്ചുണ്ടായ 2 മക്കള്, അമോന്യരും മോവാബ്യരും. അവരെന്നേക്കും ശപിക്കപ്പെട്ടവർ, അപ്പന്റെ ശയ്യ വൃത്തികേടാക്കിയ മക്കൾ എന്ന് പറഞ്ഞ് ശാപഗ്രസ്തരായി. നീരൊഴുക്കുള്ളതൊക്കെ ഉണ്ടല്ലോ. താൽക്കാലികമായിട്ട് ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാരും കുടുംബാംഗങ്ങളും, എൻ്റെ കുഞ്ഞെ, നിന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ, ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ നീ പേടിക്കണ്ട. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ, അവൻ നിവർത്തിപ്പാൻ മതിയായവനാ. നീ കാലി ചവിട്ടിയ ദേശമൊക്കെയും എബ്രാഹിമേ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി ഞാൻ കൊടുക്കും. കൊടുത്തില്ല എല്ലായിടത്തും? എവിടെ ചെന്നാലും ദൈവത്തിന്റെ മക്കളുണ്ടെന്ന്. ഏത് ഭൂഖണ്ഡത്തിലാണ് ദൈവത്തിന്റെ മക്കളില്ലാത്തത്? പ്രൈസ് ദി ലോർഡ്. അവകാശം നമുക്ക് തരുന്നു. അതുകൊണ്ട് ഇളകാൻ പാടില്ല. ഹൃദയം അത് കണ്ടിട്ട് അയ്യോ എനിക്ക് ഇത്രയേ ഉള്ളല്ലോ എന്ന് ഓർത്ത് ഇന്ന് പഠിപ്പിക്കുന്നതെന്നറിയോ? ക്രിസ്തുവിൽ നിന്റെ ഹൃദയം ഇളകാതെ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും മറ്റുള്ളവരെ ഉറപ്പിക്കുകയും ചെയ്യുക. പറഞ്ഞേ, വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറയ്ക്കണം, മറ്റുള്ളവരെ ഉറപ്പിക്കണം. അതായിരിക്കണം നമ്മുടെ സന്ദേശം. നമ്മൾ എവിടെ പോയാലും നമ്മുടെ സന്ദേശം അതാ. നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും വേണം. മറ്റുള്ളവരുടെ വിശ്വാസത്തെ തകർക്കണം. അല്ല പിന്നെന്താ? ഇപ്പൊ വിശ്വാസം വർദ്ധിക്കുന്ന എങ്ങനെ? വിശ്വാസം 10 എത്രയാ? റോമാലേഖനം 10:17 എല്ലാവരും കാണാപ്പാഠം പഠിക്കേണ്ടതാ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇനി പറയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ. വിശ്വാസം ഉണ്ടാകുന്ന എങ്ങനെയാ? കേൾവിയാലും. അയ്യപ്പനെ കുറിച്ച് കേട്ടാൽ ഇരുമുടി കെട്ടും വെച്ച് സ്വാമിയേ അയ്യപ്പോ എന്ന് പറഞ്ഞു പോകും. പുള്ളിക്കാരനും കൊച്ചിനെ തരും. ഏത് കൊച്ചിനെയാ വേണ്ടത്? യേശുവിന്റെ കൊച്ചിനെ വേണോ അയ്യപ്പന്റെ കൊച്ചിനെ വേണോ?
അപ്പം നിങ്ങൾ തീരുമാനിക്കണം ഏത് കൊച്ചിനെയാണ് വേണ്ടത്. അയ്യപ്പനും ശക്തിയുണ്ട് കൊച്ചിനെ തരാൻ, പിന്നെ യേശുവിനും ഉണ്ട്. ഏത് കൊച്ചാണ് വേണ്ടത്? ഓർത്തോണം, അയ്യപ്പൻ തരുന്ന കൊച്ചിനെ ഉണ്ടല്ലോ, യേശുവിൻ്റെ കുഞ്ഞുണ്ടല്ലോ വിഴുങ്ങിക്കളയും. കൊച്ചിനെ ഉണ്ടാക്കാൻ രണ്ടുപേർക്കും കഴിവുണ്ട്. ഓർത്തോണം, അയ്യപ്പൻ തരുന്ന കൊച്ചുണ്ട്, യേശു തരുന്ന കൊച്ചുണ്ട്. മോശയുടെ വടിയുണ്ട്, മന്ത്രവാദിയുടെ വടിയുണ്ട്. രണ്ടുപേരും സർപ്പത്തെ ഉണ്ടാക്കി. രണ്ടുപേരും, എല്ലാവരും പറഞ്ഞേ, രണ്ടുപേരും. പക്ഷെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, മോശയുടെ സർപ്പം മന്ത്രവാദിയുടെ സർപ്പങ്ങളെ വിഴുങ്ങിക്കളയുന്നു. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ ദൈവം ഇവിടെ പറഞ്ഞല്ലോ, ധാരാളം ദൈവങ്ങളെ ആരാധിച്ചവർ ജീവനുള്ള ദൈവത്തെ അറിയാൻ സാധിച്ചു. അവൻ നമ്മെ കൈവിടത്തില്ല, അവൻ നമ്മെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കും. എന്നെങ്കിലും എന്നെ കൈവിട്ടിരുന്നെങ്കിൽ ഞാൻ അവിടെ കാണും. അവിടെ ഗൾഫിലെ ജോലി, ഗൾഫിലെ പണവും, ഗൾഫിലെ സ്പ്രേയും, ഗൾഫിലെ എഞ്ചിനീയർ ജോലി, ഗൾഫിലെ 5 സ്റ്റാർ ഹോട്ടലിലെ ആഹാരവും കളഞ്ഞേച്ച് ആർക്ക് വരണം ഈ കൊതുകുത്ത് കിട്ടാൻ? അല്ലേ? എൻ്റെ കുഞ്ഞെ വന്നതുകൊണ്ട് ഇവിടെ കൊച്ചൻ പറഞ്ഞല്ലോ, എനിക്കൊരു ദോഷവും വന്നില്ല. ഞങ്ങൾക്കൊരു ദോഷവും വന്നില്ലെങ്കിൽ നിങ്ങളെ കൈവിടുവോ? ഈ ദൈവത്തിൽ തന്നെ ആയിരിക്കണം. അവിടെ പറയുകയാണ്, എന്ത് ചെയ്യരുത്? പുറകോട്ട് പോകരുത്, അനങ്ങരുത്, പിന്മാറിപ്പോകരുത്. വിശ്വാസത്തിൽ ഉറച്ച് മറ്റുള്ളവരെയും കൂടെ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ വളർത്തുക. ഹല്ലേലൂയ. യോശുവ നല്ല വിശ്വാസ വീരനായിരുന്നു. പണ്ട് കനാൻ ദേശം പിടിക്കാൻ പോയപ്പം ഇവന്റെ കൂടെ 12 പേരിൽ 2 ഇവരായിരുന്നു. ആരൊക്കെയായിരുന്നു? യോശുവയും ബാക്കിയുള്ളവരെല്ലാം നിരുത്സാഹപ്പെടുത്തി. പക്ഷെ യോശുവയോ ജനത്തെ ഉറപ്പിച്ചു, ബലപ്പെടുത്തിയ യോശുവ. ഇന്ന് നമ്മുടെ കൂടെ ഒരു ആത്മീയ യോശുവ ഉണ്ട് കേട്ടോ. അവൻ നമ്മെ ശക്തീകരിക്കും, അവൻ നമ്മെ ബലപ്പെടുത്തും. എല്ലാം മാറിപ്പോയാലും മാറാത്ത ഒരു ക്രിസ്തു, ജീവനുള്ള ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുക. മരണത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ നമ്മുടെ ദൈവമായിരിക്കാൻ. ലോകം മുഴുവനും ക്രിസ്മസ് ഇന്ന് രാത്രിയിൽ ഏറ്റവും കൂടുതൽ കള്ളുകൂടി, ഏറ്റവും കൂടുതൽ ഇത് എന്താണ് പറയുന്നത്, ഈ ഇറച്ചി തീറ്റി, ഏറ്റവും കൂടുതൽ മരണം ലോകത്തിൽ നടക്കുന്ന 2 ദിവസം ഏതൊക്കെയാണെന്നറിയാമോ? ഒന്ന് ക്രിസ്മസും ഒന്ന് 31st നൈറ്റും, 31-ാം തീയതി. യൂറോപ്പിന്റെ ഭാഗങ്ങളിലും ലോകത്തിൽ മുഴുവനും ഏറ്റവും കൂടുതൽ മനുഷ്യൻ മരിക്കുന്ന ദിവസമാണ് ഈ 2 ദിവസങ്ങൾ. എങ്ങനെ മരിക്കുന്നത്? ആക്സിഡന്റുകൾ, കള്ളുകൂടി, തോന്നിവാസം എല്ലാം കാണിച്ച്. ഏറ്റവും കൂടുതൽ നക്ഷത്രം എവിടെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്? കള്ള് ഷാപ്പിന്റെ വാതിക്കല ആകർഷിക്കുക. എല്ലാവരും വന്ന് കുടിച്ച് നോയമ്പെല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്യുക? കത്തോലിക്കന് 25 നോയമ്പും കഴിഞ്ഞ് ഇന്ന് രാത്രിയിൽ നോയമ്പ് വീടും. നോയമ്പ് വീട്ടാലുടനെ അവനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ എത്ര കുപ്പിയുണ്ടോ അത് മുഴുവൻ പൊട്ടിക്കും. അപ്പോൾ ഇത്രയും നാൾ 25 ദിവസം നിന്നില്ലേ? കുടിച്ച് മറിഞ്ഞ വണ്ടി ഓടിച്ച് വെള്ളക്കാരന്മാരും എല്ലാം മരിക്കുന്ന ദിവസം നമുക്ക് നമ്മുടെ കർത്താവിൽ ആനന്ദിക്കാം. ഇവിടെ കേട്ടല്ലോ ഇന്ന് പറഞ്ഞത്, സകല ലോകത്തിനും വരുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ സുവിശേഷിക്കുന്നുണ്ട്. ആ പാവപ്പെട്ട ആട്ടിടയന്മാർക്ക്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവിടെ ചെന്നിട്ട് വലിയ വീട്ടിൽ ചെന്നു, ഹെരോദാവിൻ്റെ അരമനയിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവനെ കൊല്ലാൻ വേണ്ടി തന്ത്രം പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ പുള്ളിയാണ്. രാജാക്കന്മാർ ചെന്ന്, വിദ്വാൻമാർ ചെന്നു. എന്നാൽ പാവപ്പെട്ട അന്ന് രാത്രിയിൽ ഇടയന്മാർ വെളിയിൽ കിടക്കുക. ആ വെളിയിൽ കിടക്കാന്ന് പറഞ്ഞാൽ മഞ്ഞ് രാത്രി ആയിരിക്കും? ഇല്ല, നല്ല എങ്ങനെയുള്ള രാത്രി? നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ യേശു ജനിച്ചത് എങ്ങനെയുള്ള സമയമായിരിക്കും? നല്ല ചൂടുള്ള സമയമാണ്. നമ്മളെല്ലാം പറയും മഞ്ഞാന്ന് പറയും, അല്ലെങ്കിൽ മഞ്ഞൊന്നും ഇല്ല. അന്ന് ഇടയന്മാർ വെളിയിൽ കിടക്കും. അവിടെയുള്ള സ്ഥലങ്ങളിലൊന്നും വെളിയിൽ കിടക്കാൻ പറ്റത്തില്ല, മഞ്ഞ് വീണ് കഴിഞ്ഞാൽ. ഈ ഡിസംബർ മാസം യഹൂദിയയിലൊന്നും ബത്ലഹേമിലൊന്നും മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വെളിയിൽ കിടക്കാൻ പറ്റത്തില്ല. അവിടെ ഐസ് വീഴുന്ന സമയമാണ്. ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് അവരെല്ലാം വെളിയിലായിരുന്നു. അവരെല്ലാം വെളിയിൽ കിടക്കുമ്പോഴത്തേക്ക് വെളിപ്രദേശത്ത് രാത്രിയിൽ ഒരു ശബ്ദം കേട്ടു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് പ്രസാദം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ദൈവസമാധാനം എന്നാണെന്ന് കേട്ടപ്പോൾ അവരോട് പറയുക, ബത്ലഹേമിൽ അല്ലേ
സർവലോകത്തിനും വരുവാനുള്ള മഹാസന്തോഷം, ആനന്ദം. അവിടെ ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ആദ്യം സുവിശേഷം പറഞ്ഞ പുള്ളികളാണ്. ആട്ടിടയന്മാരോട് ആദ്യം ആരാ സുവിശേഷം പറയുന്നത്? ദൂതഗണങ്ങള് സുവിശേഷം പറയുക. എന്താ പറഞ്ഞത്? സകല ലോകത്തിനും വരുവാനുള്ള മഹാസന്തോഷം. അവരെ പറ്റി പറയുന്നത് എന്താണെന്നറിയോ? ഇത് കേട്ട മാത്രയിൽ, കേൾക്കാത്ത മാത്രയിൽ ബന്ധപ്പെട്ട് എവിടെയോട്ട് ചെന്നു? ബന്ധപ്പെട്ട് കാലിത്തൊഴുത്തിൽ ചെന്ന് മറിയയുടെ കൂടെ കുഞ്ഞിനെയും കണ്ടു. അവിടെ പ്രത്യേക ഒരു വാക്ക് പറയുന്നുണ്ട്. ആരെ ആരാധിച്ചറിയാം? അവനെ ആരാധിച്ചു, വീണ് ആരാധിച്ചു. അത് വിദ്വാൻമാരും അങ്ങനെയായിരുന്നു. എല്ലാവരും അവനെ ആരാധിച്ച്. ഇന്ന് ആരെ ആരാധിക്കുന്നത്? ഇന്ന് അവളെ ആരാധിക്കുന്നു. പാറേപ്പള്ളിയിൽ ഇപ്പൊ പൊക്കിക്കൊണ്ട് നടക്കുന്ന അവളെയാ. പ്രിയ ദൈവജനമേ, അവനെ ആരാധിച്ചു. എല്ലാവരും പറഞ്ഞ് ആരെ വേണം ആരാധിക്കാൻ? യേശുവിനെ ആരാധിച്ചു. അവിടെ വീണ് അവരെ ആരാധിച്ചു. അവർ മഹാസന്തോഷത്തോടെ. ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, അതെ, നിങ്ങൾ വേറെ വഴിയൊക്കെ എന്ത് ചെയ്തോണം? മറ്റേ രാജാക്കന്മാരോട് പറഞ്ഞില്ലേ, വന്ന യഹോദാവിൻ്റെ കൊട്ടാരത്തിലോട്ടൊന്നും പോകരുത്, അവൻ കള്ളനാ, കൊച്ചിനെ കൊല്ലാൻ നോക്കുന്ന. അവർ സ്വർണ്ണമെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് കാഴ്ച വെച്ചിട്ട് അവർ വേറെ വഴിയായി അവരുടെ ദേശത്തേക്ക്. അവരും ഈ യേശുവിനെ, അവനെ ആരാധിച്ചു, അവനെ ആരാധിച്ചു. ഇന്നിവിടുന്ന് കടന്നു പോകുമ്പോൾ യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ, യേശു ഉള്ളത്തിൽ വരാത്തവനാ ഈ പറഞ്ഞ മരണവും പ്രയാസവും കള്ളും ബഹളവും മരണവും ഒക്കെ. എന്നാൽ നമ്മുടെ ഉള്ളിലോ പാട്ടുകാരൻ ഇങ്ങനെ പാടിയില്ലേ? യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ, യേശുവൻ എന്തു മാറ്റം തന്നെ ഞാൻ ഉള്ളത്തിൽ, തന്നെ ഞാൻ ഉള്ളത്തിൽ എന്തു മോദം വന്നു. സൈമൺ സാറിന്റെ പാട്ട, പഴയകാലത്തെ പാട്ട. പറയുക, യേശു പുൽക്കൂട്ടിലല്ല ഇപ്പൊ കിടക്കുന്നത്, യേശു നമ്മുടെ ഉള്ളത്തിലാണ് കിടക്കുന്നത്. യേശു എവിടെയാ കിടക്കുന്നത്? പുൽക്കൂട്ടിലല്ല. പുൽക്കൂട് പണിതോ? സിമന്റ് യേശുവിനെ ഉണ്ടാക്കിയോ? പോപ്പ് നാളെ കാണാം ഒരു സിമന്റ് യേശുവിനെ മുത്തുന്നത് കാണാം, ഇല്ലേ? സിമന്റ് യേശുവിനെ ആര് നാളെ മുത്തും? മനോരമയുടെ ഫ്രണ്ടിലുണ്ട്. പോപ്പ് സിമന്റ് യേശുവിനെ മുത്തുമ്പം ജീവനുള്ള യേശു നമ്മുടെ ഉള്ളത്തിൽ പിറന്നു, ഇല്ലയോ? ജീവനുള്ള യേശു നമ്മുടെ ഉള്ളത്തിൽ അത് ജനിച്ചു, വീണ്ടും ജനം. അവനെ നമുക്ക് ഇന്ന് ആരാധിക്കാം. ഇവിടെ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് ദൈവത്തെ പാടി സ്തുതിച്ചപ്പം സ്വർഗം സന്തോഷിച്ചു കേട്ടോ. നമ്മുടെ കൂടെ നമ്മുടെ കർത്താവ് ഉണ്ടെന്നുള്ളതാണ്. ദൈവം നമ്മോടുകൂടെ, നമ്മിൽ വസിക്കുക. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. അതെ, വിശ്വാസത്തിൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പിന്മാറിപ്പോകാതെ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മറ്റുള്ളവരെയും അതെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന യോശുവയെ പോലെ മുന്നോട്ട് നീങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വർഷാവസാന സമയങ്ങളിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. എല്ലാ മക്കൾക്കും എഴുന്നേൽക്കുക. ഈ അവസരത്തിൽ പ്രിയ ജോർജ് കുട്ടിച്ചായന് മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നു. പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാസരിൽ കൂടി നമ്മളോട് സംസാരിച്ചു. വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പിന്മാറിപ്പോകാതെ വിശ്വാസത്തിൽ നമ്മൾ ഓരോരുത്തരെയും പണിയപ്പെടുവാൻ തക്കവണ്ണം, വിശ്വാസത്തിൽ ഓരോരുത്തരെയും ഉറപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ആ വ്യക്തമായ സുവിശേഷം, കഥാവിൻ്റെ ആ മഹനീയ സന്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാസരിൽ കൂടി നമ്മളെ കേൾപ്പിച്ചതോർത്ത് വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, സ്തോത്രം. മഹാപരിശുദ്ധ നിത്യനുമായ സ്വർഗ്ഗസ്ഥങ്ങളുടെ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവിനെ ആരാധിപ്പാനും കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനം കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ദൈവം ഒരുക്കിയ നല്ല കർത്തൃദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന മക്കളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് പേര് ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിൽ അനേക വിഷയങ്ങളുമായി ഇത് ഭാരത്തോടും പ്രയാസത്തോടും കണ്ണുനീരോടും കടന്നു വന്ന മക്കൾക്ക് കർത്താവെ പൂർണ്ണമായ ദൈവത്തിന്റെ വിടുതലും ആശ്വാസവും അങ്ങ് പകർന്നതോർത്ത്
ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരെ ഓരോരുത്തർക്കും വിശ്വാസത്തിൽ ഉറക്കുവാൻ തക്കവണ്ണം കർത്താവെ അവസാന നാൾ വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ തിരുവചന പ്രകാരം അവസാനത്തോളം നിങ്ങൾക്ക് ലോകത്തിൽ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ ഓരോ മക്കളുടെ മേൽ അങ്ങ് ചൊരിയുന്നത് ഓർത്ത് സ്തോത്രം ചെയ്ത് കർത്താവെ. ഞങ്ങളെ കർത്താവെ സഭയിൽ നിന്നും വിദേശത്ത് സ്വദേശത്തൊക്കെ ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തവളപ്പിൽ അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കണം. ലോകമെമ്പാടും വാഹനം ഓടിക്കുന്ന മക്കളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആപത്ത് അനർത്ഥങ്ങൾ അപകടങ്ങൾ പതിയിരിക്കുന്ന ലോകത്ത് നിന്നും എല്ലാവിധ ആപത്ത് അനർത്ഥങ്ങൾ അപകടങ്ങൾ വിടുവിച്ച് വാഹനം ഓടിക്കുന്ന മക്കളെ, അത് യാത്ര ചെയ്യുന്ന യാത്രക്കാരെ എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവെ. ഉച്ചയ്ക്ക് ശേഷം കർത്താവെ നടക്കുന്ന കർത്താവ് കുഞ്ഞുങ്ങളുടെ കർത്താവെ സൺഡേ സ്കൂൾ പ്രോഗ്രാമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ കുട്ടികളും അവരവരുടെ താലന്തുകൾ പ്രദർശിപ്പിക്കാൻ തക്കോണം ദൈവത്തിന്റെ ആത്മാവിനെ അവരെ സഹായിക്കണം, ശക്തീകരിക്കണം. അത് ലീഡ് ചെയ്യുന്ന കർത്താവ് സൺഡേ സ്കൂൾ ടീച്ചർമാരെയും അതുപോലെ തന്നെ അതിന്റെ സംഘാടകരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 5 മണിക്ക് ശേഷം കർത്താവെ മൂന്നാറിലേക്ക് യാത്ര ദൈവദാസനെയും കുടുംബത്തെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സന്തോഷത്തോടെ പോയി സമാധാനത്തോടെ മടങ്ങി വരുവാൻ തക്കോണം ദൈവത്തിന്റെ കൃപ അവരുടെ വാഹനത്തിന് മുമ്പും കർത്താവിന്റെ ദൂതണങ്ങാൻ കോട്ടയായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവരുടെ വാഹനം ഓടിക്കുന്ന മക്കളെ, അത് യാത്ര ചെയ്യുന്ന മക്കളെ എല്ലാം യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവെ. അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങളെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു കർത്താവെ. രോഗികളായിട്ട് ഭാരപ്പെടുന്നവർക്കൊക്കെ പൂർണ്ണമായ സൗഖ്യം കർത്താവിന്റെ അതിവേഗം ഓടുന്ന വചനമയച്ച് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല മഹത്വം തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു തോർത്ത് കരമുയർത്തി മഹത്വപ്പെടുത്തിക്ക്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിച്ച് വഴിയെടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനു മേലും കടന്നു വന്നിരിക്കുന്ന ദൈവദാനത്തിന് മേലും ദൈവദാസന്മാരുടെ മേലും കുടുംബങ്ങളുടെ മേലും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വരേണമേ. സ്തോത്രം. എല്ലാവർക്കും ആഹാരം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും സമാധാനത്തോടെ ഭക്ഷണം കഴിച്ച് വളരെ പരിപാടികളെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം മടങ്ങി പോകണം നിയമത്തിൽ അവർപ്പിക്കുന്നു. സ്തോത്രം.